പ്രജാതന്ത്രം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. എനിക്കെതിരെ പണിഞ്ഞവന്മാർക്കും എനിക്കെതിരെ സംസാരിച്ചവന്മാർക്കും എല്ലാമുള്ള പണി ഞാൻ തരുന്നുണ്ടെന്നാണ് പറയുന്നത്. നമുക്കൊക്കെ പണി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രജാതന്ത്രം എന്താണെന്ന് ആദ്യം പഠിച്ചതിന് ശേഷം എന്നെ കളിയാക്കാനായിട്ട് മുന്നിലേക്ക് നിൽക്കൂ എന്നാണ് സുരേഷ് ജി പറയുന്നത്. പ്രജാതന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രജാതന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ രാജ്യമെന്നാണ് വേറൊരു സൈഡിൽ നമ്മൾ അതിനെപ്പറ്റി പറയുന്നത്. അതിൽ പ്രജകളായ ജനങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഈ പറയുന്ന എല്ലാ തീരുമാനങ്ങളും എടുക്കാനായിട്ടുള്ളൊരു ടൂൾ, അല്ലെങ്കിൽ എല്ലാ തീരുമാനങ്ങളും എടുക്കാനുള്ള പൂർണ്ണ അധികാരമെന്നാണ് പറയുന്നത്. അതിപ്പോൾ ഇയാൾ പറയുന്നത് അന്ന് പ്രജ എന്ന് മാത്രം പറഞ്ഞിട്ട് ഇന്ന് പറയുന്നത് പ്രജാതന്ത്രം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണമെന്നാണ്. പ്രജാതന്ത്രം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് എന്ത് കാര്യങ്ങളും തീരുമാനമെടുക്കാനായിട്ടുള്ള അവകാശം, അതാണ് അവിടെ പറയുന്നത്. എന്നാൽ ഈ പ്രജാതന്ത്രമാണോ സുരേഷ് ഗോപി അന്നേരം ഉദ്ദേശിച്ചത്? ഒരിക്കലുമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഈ പറയുന്ന ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും അവിടെ ചെന്ന് അവിടുത്തെ അഭിപ്രായം മാറ്റുക, ഇവിടുത്തെ അഭിപ്രായം മാറ്റുക, അങ്ങനെയുള്ള അഭിപ്രായ മാറ്റങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് ഒരു വീഡിയോയിൽ. അതായത് ഈ മമ്മൂട്ടിയുടെയും ദുൽഖറിൻ്റെയും